സൈലം SSC എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും കുറേ നാളായി കാത്തിരുന്നിട്ടാണ് നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നത് അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു ചെറിയ സർപ്രൈസുമായിട്ടാണ് ഇപ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് നമുക്ക് സെഷണൽ ടൈമർ ആഡ് ആയി അല്ലേ. ഓരോ സബ്ജക്റ്റുകൾക്കും 15 മിനിറ്റ് ആണ് ടൈം കിട്ടുക. അപ്പോൾ GK-നെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, GK-ക്ക് ഒരു 15 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ അധികം സമയമാണ് അല്ലേ. അപ്പോൾ ഈ GK-ക്ക് സമയം കിട്ടുമ്പോൾ പൊതുവെ ആസ്പിറൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് GK-യും ഇംഗ്ലീഷും വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തു തീർക്കുകയും ബാക്കിയുള്ള സമയം കൂടുതൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്സിന് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സെഷണൽ ടൈമർ ആഡ് ആയതോടുകൂടി നമുക്ക് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ GK-നെ സംബന്ധിച്ചിടത്തോളം 15 മിനിറ്റ് നമുക്ക് കിട്ടുന്ന സമയത്ത് കുറേ അധികം സമയം നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാൻ കിട്ടും അല്ലേ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും നമുക്ക് തോന്നും, ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇതെനിക്ക് അറിയാലോ, ഈ ഓപ്ഷൻ കുത്താം എന്നുള്ള കുറേ അധികം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളൊരു തിടുക്കം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു തിടുക്കത്തിൻ്റെ ഭാഗമായി നമുക്കറിയാത്ത ഉത്തരവും നമുക്ക് അറിയുന്നതായിട്ട് തോന്നുകയും നമ്മൾ എല്ലാ ഓപ്ഷൻസും കുത്തി കൊടുക്കുകയും ചെയ്യും. കാരണം നമുക്ക് സമയമുണ്ടല്ലോ. അങ്ങനെ കൂടുതൽ നെഗറ്റീവ് വാങ്ങാനുള്ള ഒരു 15 മിനിറ്റ് ആണ് ഈ ഒരു 15 മിനിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ സമയക്കുറവിന്റെ ഇഷ്യൂ അവിടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം GK എന്ന് പറയുന്ന സബ്ജക്റ്റ് മറ്റ് സബ്ജക്റ്റുകളെ പോലെ ഇപ്പോൾ മാത്സ് പോലെ നമുക്ക് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയാൽ ഉത്തരം കിട്ടുമോ എന്ന് നോക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല അല്ലേ. നമുക്കറിയുമെങ്കിൽ നമുക്കറിയാം, ഇല്ലെങ്കിൽ നമുക്കറിയില്ല അല്ലേ. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് വായിക്കുമ്പോൾ ഇതെനിക്ക് അറിയാലോ, ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് കറണ്ട് അഫയേഴ്സിന്റെ കാര്യം വരുമ്പോൾ ഇത് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ ഓപ്ഷൻ എനിക്കറിയാം, ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. രണ്ടാമതും കൂടെ വായിക്കുമ്പോൾ നമ്മൾ ഉറപ്പിക്കും ഇതാണ് ഉത്തരം എന്ന്. അങ്ങനെ കൂടുതൽ നെഗറ്റീവ് വാങ്ങിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയി ഈ ഒരു 15 മിനിറ്റിനെ നിങ്ങൾ കാണരുത്. ഇപ്പോഴേ നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യുക, എനിക്കറിയുന്ന നല്ലോണം അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ആൻസർ ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ആൻസർ ചെയ്യുള്ളൂ എന്ന് മേക്ക് ഷുവർ ചെയ്ത് മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം ഈ ഒരു 15 മിനിറ്റിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ധാരാളമായി നമ്മൾ നെഗറ്റീവ് വാങ്ങുന്ന ഒരു 15 മിനിറ്റായി ഈ ഒരു 15 മിനിറ്റ് മാറും. ഓക്കെ, ഇനിയിപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും GK പോർഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. മറ്റ് GK-യിലെ സബ്ജക്റ്റുകളാകുമ്പോൾ ഇപ്പോൾ ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജിയോഗ്രഫി, സയൻസ് ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനും സാധിക്കും. പക്ഷേ കറണ്ട് അഫയേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ഡെയിലി കറണ്ട് അഫയേഴ്സ് നടക്കുന്നുണ്ടല്ലേ, നമ്മുടെ ചുറ്റും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തം പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, കറണ്ട് അഫയേഴ്സ് ആൻസർ ചെയ്യണമെങ്കിൽ വാസ്റ്റായി പഠിക്കാതെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ കൃത്യമായി കാര്യങ്ങൾ ഓർമ്മ വരികയും നല്ല രീതിയിൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുമുള്ളൂ. കാരണം ഇന്റർവ്യൂ ഇല്ലാത്ത MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ വാസ്റ്റായി കുറേ കാര്യങ്ങൾ വാരി വലിച്ചു പഠിക്കുക, നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക, അതും ഭയങ്കര ഓവർ കണ്ടന്റ് നമ്മുടെ തലയിലേക്ക് ഡംപ് ചെയ്യാം. ഇത് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എക്സാം ഫോക്കസ്ഡ് ആയി എക്സാം ഓറിയന്റഡ് ആയി കറണ്ട് അഫയേഴ്സിനെ സമീപിച്ചാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മ വരികയും MCQ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്ന ഒരു കാര്യമാണ്, എത്ര ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നത്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ 3 to 4 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇനി നമ്മൾ ചില ഷിഫ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ 5 to 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇതുവരെ മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസിന്റെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം എക്സാമിന് കൂടി വരികയാണല്ലേ. അതുകൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. സോ എങ്ങനെ ഈ ഒരു സബ്ജക്റ്റിനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ എക്സാമിന് ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ടാണ് എക്സാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി നമ്മുടെ മുന്നിൽ ജൂൺ ആൻഡ് ജൂലൈ കംപ്ലീറ്റ് ഉണ്ട്. ഓഗസ്റ്റ് ഒരു ഫസ്റ്റ് 2 വീക്സ് നമുക്ക് എടുക്കാം, ഫസ്റ്റ് 1 വീക്ക് എടുക്കാം. അപ്പോൾ ഒരു 2.25 മാസമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ 2025 എത്ര വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ഇപ്രാവശ്യത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2025 കംപ്ലീറ്റ് പഠിക്കണം, ഫുൾ 2025 പഠിക്കാം. ഇപ്പം നിങ്ങൾക്ക്
മുൻ വർഷങ്ങളിലെ ഡാറ്റാസ് പരിശോധിക്കുമ്പോൾ ജൂൺ ടു ജൂൺ പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എപ്പോഴും നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ നിങ്ങൾ വളരെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ജൂൺ ടു ജൂൺ സ്ട്രാറ്റജി ഉപയോഗിക്കാം. അതായത് 2025 ജൂൺ മുതൽ 2026 ജൂൺ ഓർ ജൂലൈ ഫസ്റ്റ് വീക്ക് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കേണ്ടത്. ഇനിയിപ്പം നിങ്ങൾ കുറച്ചും കൂടിയും അഡ്വാൻസ് ലെവലിൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2025 കംപ്ലീറ്റ് പഠിക്കുക. 2026 ജൂലൈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജൂൺ കംപ്ലീറ്റ് വരെയുള്ളത് ഉറപ്പായിട്ടും പഠിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ, ആദ്യം നിങ്ങൾ 2025 പഠിക്കുന്നതിന് പകരം 2026 ഇതുവരെയുള്ള ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആദ്യം സെറ്റാക്കി വെക്കാം. എന്നിട്ട് നിങ്ങൾ 2025 പോകുന്നതായിരിക്കും നല്ലത്. അതും അതായത് ബാക്കിൽ നിന്ന് തുടങ്ങുക. ഡിസംബർ മുതൽ ബാക്കോട്ട് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ മുന്നിലേക്ക് എത്തിയില്ലെങ്കിലോ നമ്മളത് ഫുള്ള് പഠിച്ച് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ ബാക്കിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം റീസെൻ്റ്ലി നടന്നിട്ടുള്ള എക്സാമുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭയങ്കര ഇയർ ബാക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം ഭയങ്കര കുറവാണ്. സോ അതുകൊണ്ട് തന്നെ റീസെന്റ് ഡാറ്റാസ് കവർ ചെയ്തിട്ട് ബാക്കോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ 2025 കംപ്ലീറ്റ്, 2026 ജൂലൈ ഫസ്റ്റ് വീക്ക് ഓർ ജൂൺ കംപ്ലീറ്റ് അതുവരെ പഠിക്കുക. 2024 കവർ ചെയ്യണോ എന്ന് ചോദിച്ചാൽ 2024 ഇപ്പം നിങ്ങളൊരു ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആളാണ്, സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അല്ല, നിങ്ങൾ 2025 26 കൃത്യമായി ഫോക്കസ് ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിൽ 2024 ഇപ്പം നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് ഞാൻ എന്തായാലും കറണ്ട് അഫയേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ അവർ ഓൾറെഡി കവേർഡ് ആയിരിക്കും, ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ കവേർഡ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ക്ലാസ്സുകളിലൂടെയും അവർ സ്വന്തമായിട്ടും ഒക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇഫ് നിങ്ങളൊരു ബിഗിനർ ആണ് എങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ 2024 സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഒരിക്കലും 2025 26 സ്കിപ്പ് ചെയ്യരുത്. 2020 ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓക്കെയാണ് പഠിക്കാനെങ്കിൽ 2024 ഉണ്ടായിട്ടുള്ള മേജർ ഇവൻറ്റ്സ് ഷുവർ ആയിട്ടും പഠിച്ചു വെക്കുക. ഓൺലി മേജർ ഇവൻറ്റ്സ്, മേജർ ഇവൻറ്റ്സ് മാത്രം നോക്കി വെച്ചാൽ മതിയാവും. ഇനി എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം? നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗവൺമെൻറ് സ്കീംസ് എന്തായാലും നോക്കിയിരിക്കണം. ഗവൺമെൻറ് സ്കീംസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് തോന്നും കുറേ ഗവൺമെൻറ് സ്കീംസ് ഉണ്ടല്ലോ, ഇതിലേത് ഗവൺമെൻറ് സ്കീം നമ്മൾ പഠിക്കും? അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾ നോക്കുക, ഇപ്പോൾ പേപ്പറുകളിൽ പലപ്പോഴായി പല ഗവൺമെൻറ് സ്കീമുകളെ പറ്റിയും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കണ്ടില്ലേ, പ്രധാനമന്ത്രി മുദ്രാ യോജന കംപ്ലീറ്റ്സ് 11 years. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മുദ്രാ യോജനയെ പറ്റി പഠിക്കണം. മുദ്രയുടെ ഫുൾ ഫോം എന്താണ് എന്ന് പഠിക്കണം. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസിയാണ് മുദ്ര എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം. മുദ്ര സ്കീം ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തത് പഠിക്കണം. മുദ്രയുടെ അണ്ടറിലുള്ള കാറ്റഗറിയുടെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അങ്ങനെ മുദ്ര സ്കീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കീംസ് പഠിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഏതാണ് നോഡൽ മിനിസ്ട്രി, ഏതാണ് ലോഞ്ച് ഇയർ, ആൻഡ് അതിൻ്റെ അണ്ടറിൽ ഇതേപോലെയുള്ള സ്പെഷ്യൽ കാറ്റഗറീസ് എന്തെങ്കിലും ഉണ്ടോ, ആരാണ് ബെനിഫിഷ്യറീസ്, എത്ര പൈസയാണ് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് ഗവൺമെന്റ് സ്കീംസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏത് ഗവൺമെന്റ് സ്കീംസ് എടുത്താലും നിങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്. അപ്പോൾ അതിപ്പോൾ എക്കോണമി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കണം. ഇന്റർനാഷണൽ റിലേഷൻസ്, നമ്മൾ MOU സൈൻ ചെയ്തിട്ടുണ്ടോ, പ്രൈം മിനിസ്റ്റർ വല്ല വിസിറ്റും നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും പ്രസിഡൻസോ പ്രൈം മിനിസ്റ്റേഴ്സോ നമ്മുടെ ഇന്ത്യയിൽ ഏതെങ്കിലും പരിപാടികൾക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. നെക്സ്റ്റ് ആണ് സ്പേസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ആർടെമിസ് 2 മിഷൻ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആർടെമിസ് 2 മിഷൻ പോലെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള മിഷൻസ്, പിന്നെ നമ്മുടെ ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. ഇപ്പോൾ എൻവിറോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയുവാണെങ്കിൽ ഇപ്പൊ ഇന്ത്യ വിഡ്രോസ് ബിഡ് ടു ഹോസ്റ്റ് COP33 in 2028. അപ്പോൾ ഇതേപോലെയുള്ള ന്യൂസുകൾ വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക്സ് ആൻഡ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇന്ത്യ റാങ്ക് 3rd ഗ്ലോബലി ഇൻ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി. ഇപ്പോൾ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിൽ ഇന്ത്യ 3rd പൊസിഷനാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ചൈന, സെക്കൻഡ് US ആൻഡ് 3rd ഇന്ത്യ. ബ്രസീലിനെ സർപ്പാസ് ചെയ്തുകൊണ്ട് ഇന്ത്യ 3rd പൊസിഷനിൽ എത്തി എന്നുള്ള കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു റാങ്ക് ആൻഡ് ഇൻഡെക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഇൻഡെക്സിൻ്റെ പേര് പഠിക്കുക ആൻഡ് ഇന്ത്യയുടെ പൊസിഷൻ പഠിക്കുക, ഫസ്റ്റും ലാസ്റ്റും ആരാണ് എന്ന് പഠിക്കുക, ആൻഡ് ഏത് ഓർഗനൈസേഷനാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്ന് പഠിക്കുക. അത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. നെക്സ്റ്റ്, The Supreme Court has officially observed that അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 ബന്ധപ്പെട്ട കാര്യങ്ങൾ റീസെൻ്റ്ലി ന്യൂസുകളിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് പ്രഗ്നൻസി ടെർമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ന്യൂസുകൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ലോയുമായി ബന്ധപ്പെട്ട അതിലെന്തെങ്കിലും അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ന്യൂസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യന് പുറമെ കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്താ പറയുക, ഈ ട്രൂ ഓർ ഫോൾസ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മിനിസ്ട്രി പോർട്ടൽസ് ഇനീഷ്യേറ്റീവ്, ഇപ്പോൾ സഭാസാർ ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ കുറേയധികം ചാറ്റ് ബോട്ടുകൾ ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരുന്ന ഇപ്പോൾ ഇലക്ഷൻ നടന്നതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള കുറേയധികം ചാറ്റ് ബോട്ടുകളും കുറേ ആപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റാങ്ക്സ് ആൻഡ് ഇൻഡെക്സ് നമ്മൾ പറഞ്ഞു. ആൻഡ് റീസെൻ്റ് അപ്പോയിൻമെൻറ്റ്സ് എപ്പോഴും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോയിൻമെൻറ്റ്സ്. ഇപ്പോൾ നീതി ആയോഗിൽ പുതിയ അപ്പോയിൻമെൻറ്റ് വന്നു, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇതേപോലെ കുറേയധികം അപ്പോയിൻമെൻറ്റ് നമ്മുടെ ചുറ്റും നടന്നിട്ടുണ്ട്. അത് പിന്നെ നമ്മളെപ്പോഴും പഠിക്കുകയും മറന്നു പോവുകയും ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഡേയ്സ് ആൻഡ് ടൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേയ്സ് ആൻഡ് ടൈംസിൽ ഡേ പഠിക്കുക, തീം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡോ എന്തെങ്കിലും ഒരു സംഭവം റിലേറ്റ് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അവാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ്, ഇപ്പോൾ റീസെൻ്റ്ലി IPL നടന്നു അല്ലേ, IPL 2 ദിവസം മുന്നേ നടന്നുകൊണ്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ധാരാളം ആക്റ്റീവ്, ഇപ്പോൾ സ്പോർട്സിൽ നിന്നൊക്കെ ധാരാളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ ഇപ്പോൾ വെന്യൂ പഠിക്കണം, ആൻഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആർക്കാണെന്ന് പഠിക്കണം. ആൻഡ് അവർക്കിപ്പോൾ ഒരു ഗ്രൂപ്പ് ഇവൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഖേലോ ഇന്ത്യ പോലെയുള്ള മത്സരങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ ഗോൾഡ് മെഡൽ എത്രയാണ് കിട്ടിയത് എന്നുള്ള കാര്യം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം SSCയിൽ അത്രയും കണ്ടിട്ടില്ല, പക്ഷേ റെയിൽവേയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അത് SSCയിൽ ചോദിച്ചുകൂടായികയില്ല. ആൻഡ് ബുക്സ് ആൻഡ് ഓതേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഇപ്പോൾ 2025 ആൻഡ് 2026 ഇതുവരെയുള്ള ബുക്സ് ആൻഡ് ഓതേഴ്സ് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. മിലിറ്ററി എക്സസൈസുകൾ, ഇന്ത്യയും ഏത് രാജ്യവും ഇപ്പോൾ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ ഏപ്രിൽ മാസം നടന്നിട്ടുള്ള എക്സസൈസ് ആയിരുന്നു എക്സസൈസ് ഡെസ്റ്റിലിക് എന്ന് പറയുന്നത്. സോ അതേപോലെയുള്ള ധാരാളം മിലിറ്ററി എക്സസൈസുകൾ ഉണ്ട് അല്ലേ. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള എക്സസൈസ് ആണ് ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതേപോലെയുള്ള എക്സസൈസുകൾ, ഇനിയിപ്പോൾ എക്സസൈസ് മൾട്ടിലാറ്ററൽ, അതായത് 2-ലധികം രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സസൈസ് ആണെങ്കിൽ അത് ഏത് സ്ഥലത്താണ് നടന്നത് എന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നാഷണൽ ന്യൂസുകൾ, സ്റ്റേറ്റ് ന്യൂസുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ചുറ്റിലും നടന്നിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പം നാഷണൽ ന്യൂസ് എന്നൊക്കെ പറയുമ്പോൾ വലിയ ഒരു ഏരിയ ആണ് കവർ ആവുന്നത്. ആൻഡ് സ്റ്റേറ്റ് ന്യൂസുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും നടന്നിട്ടുള്ള വളരെ മേജർ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ്, എന്തെങ്കിലും സ്കീമുകളിൽ വന്നിട്ടുള്ള മാറ്റം, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമുകൾ, ഇതൊക്കെ സ്റ്റേറ്റ് ന്യൂസിൽ കവർ ആവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങളിൽ നിന്നുമാണ് ധാരാളം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള 2025, 2026 ഇതുവരെയുള്ള കറണ്ട് അഫെയർസ്, ഇതിൽ നിന്നും ഇത്തരം കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഇനി കറണ്ട് അഫെയർസ് നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വായിക്കുക. എക്സാം റിലവൻ്റ് ആയിട്ടുള്ള ഡാറ്റാസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ അത് ഫോക്കസ് ചെയ്ത് മാത്രം എക്സാമിന് കറണ്ട് അഫെയർസ് വായിക്കാം. ഓക്കെ, ഇനിയിപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഈ കറണ്ട് അഫെയർസ് പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് മിസ്, പക്ഷെ മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വായിക്കുക ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് അത് റിവിഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഇതുവരെ റിവിഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇനിയുള്ള 2.5 മാസം പ്രോപ്പറായിട്ട് കറണ്ട് അഫെയർസ് റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ആൻഡ്
റിവിഷൻ ചെയ്യുക. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് റീകോൾ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയുക. ആ സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രസംഗിക്കുന്ന പോലെ നിങ്ങൾ പറയുക. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളിത് ആക്റ്റീവ് റീകോൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്ത് പറയാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പിന്നെ എക്സാം ആകുമ്പോഴത്തേക്ക് നമ്മളിത് മറന്നു പോകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കുക. കാരണം ഒരിക്കൽ വായിക്കുന്നു, പിന്നെ അവിടെ പൂട്ടി വെക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മളിത് മറന്നു പോകും അല്ലേ. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർത്താൽ മാത്രമേ നമ്മൾ മറന്നു പോവാതിരിക്കുള്ളൂ. സോ കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് റിവിഷനാണ്. സോ റിവിഷൻ ചെയ്താൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവാതിരിക്കത്തുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാക്സിമം നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് മറക്കാതെ എല്ലാവരും നോക്കുക. സോ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചായിട്ടുള്ള SSC CGL സ്മാർട്ട് റിവിഷൻ ബാച്ച് 1499 രൂപയാണ് ബാച്ച് ഫീസ് എന്ന് പറയുന്നത്. 12th ജൂണാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ റെക്കോർഡഡ് പ്ലസ് ലൈവ് വീഡിയോസ് നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. 20+, അതായത് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് സെഷണൽ ടൈമർ എന്ന് പറയുന്നത് അല്ലേ. സോ സെഷണൽ ടൈമർ ആഡ് ആക്കിക്കൊണ്ടുള്ള മോക്കായിരിക്കും ഈ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ലൈവും ഉണ്ടായിരിക്കും, അത് കൂടാതെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനിയുള്ള 2.5 മാസം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിവിഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ല, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾക്ക് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. കറണ്ട് അഫയേഴ്സ് വിത്ത് അനു. സോ ഈ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോ CGLന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ അതിൻ്റെ വീഡിയോസും വരുന്നതായിരിക്കും. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ.